29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. നിങ്ങൾ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? പുട്ടിയിട്ട പോലെ തോന്നാത്ത സിമ്പിളായിട്ടുള്ള മേക്കപ്പ് അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. ഞാൻ ഇന്ന് ചെയ്യുന്ന സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് നിങ്ങളിപ്പോൾ കോളേജിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വർക്കിന് പോകുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ഈ മേക്കപ്പ് ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഒരുപാട് പുട്ടിയിട്ട പോലെ കവർ ചെയ്യാണ്ട് നിങ്ങളുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കി കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കി എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സ്കിൻ കെയർ. സോ ഈ വീഡിയോ ഒരുപാട് ലോങ് ആക്കാതിരിക്കാൻ ഞാൻ സ്കിൻ കെയർ റൂട്ടീൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് മെബിലൈൻ ന്യൂയോർക്ക് ഫിറ്റ് മീയുടെ ഫ്രഷ് ടിൻ്റ് ആണ്. ഇത് ശരിക്കും നിങ്ങൾക്ക് സ്കിൻ കെയറിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ഒരു പ്രൈമറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഒരു മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൈമർ യൂസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഏത് പ്രൈമർ വേണേൽ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ളത് എൽഫിൻ്റെ പവർ ഗ്രിപ്പ് പ്രൈമറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പ്രൈമറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാൻ പോവാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് കവർ ഗേളിൻ്റെ ക്ലീൻ ഫ്രഷ് ബ്രോ എന്ന് പറയുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. ഞാൻ റീസെൻ്റ്ലി പഠിച്ചൊരു ട്രിക്കാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും താഴെ മേലിലാണെങ്കിൽ ഒരു ഇച്ചിരി മേൽവശത്ത് വിട്ടിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. സോ ഞാനിത് ഇങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ചെറുതായിട്ടൊന്ന് എനിക്കൊരു ആങ്കിൾ ഇഷ്ടമായതുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് ഇഷ്ടമായതുകൊണ്ട് ഒരു ആർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കണ്ടോ, ഞാനിവിടെ താഴെ ഡാർക്കായിട്ടും ഇവിടെ ജസ്റ്റ് ഈ അറ്റത്തൊന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ടത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, എൻ്റെ ഈ ഒരു ഐബ്രോ നല്ലൊരു ഫുള്ളർ ഫിനിഷ് കിട്ടിയിട്ടില്ലേ, ഒന്ന് ഡിഫൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഐബ്രോസും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് അടുത്ത ഐബ്രോസ് കൂടെ ഫിൽ ചെയ്ത് ഞാൻ ഇപ്പോൾ വരാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസ്. നമുക്ക് മേലിൽ താഴോട്ട് വരാം. ഫസ്റ്റ് ഐബ്രോസ്, പിന്നെ ഐസ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന റെവല്യൂഷൻ്റെ ഒരു മേക്കപ്പ് മാജിക് ഷാഡോ പാലറ്റാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്, നല്ല കളേഴ്സ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് വളരെ ന്യൂഡായിട്ടുള്ള ഷെയ്ഡ്, ഞാനിവിടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഈ ഒരു വളരെ നമ്മുടെ സ്കിന്നുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഷെയ്ഡിൽ നിന്നാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു സ്മഡ്ജി ആയിട്ടുള്ളൊരു ഐലൈനർ ലുക്കാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ലോറിയൽ പാരീസിൻ്റെ ഇൻഫാലിബിൾ നെവർ ഫെയിൽ ഐലൈനർ പെൻസിലാണ്. ഈ പെൻസിലിൻ്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് ഐലൈനർ എഴുതിയിട്ട് സ്മഡ്ജ് ചെയ്യാനായിട്ട് റബ്ബർ കൊണ്ടൊരു സ്മഡ്ജിങ് ടൂൾ ഉണ്ട്. സോ നിങ്ങൾക്ക് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട. ഈ പെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോത്ത് വരയ്ക്കുകയും ചെയ്യാം, സ്മഡ്ജ് ചെയ്യുകയും ചെയ്യാം. സോ ദിസ് ഇസ് എ റിയലി യൂസ്ഫുൾ പ്രൊഡക്റ്റ്. സോ സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത കണ്ണും കൂടെ ഒന്ന് എഴുതിയിട്ട് വരാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐസ് കഴിഞ്ഞിട്ടില്ല.
മസ്കാര അതൊരു മസ്റ്റ് ആണ്. നിങ്ങളുടെ കണ്ണ് എത്ര ചെറുതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഭയങ്കര അട്രാക്റ്റീവ് ആക്കാനായിട്ട് മസ്കാര മാത്രം മതി. ഇൻ കേസ് നിങ്ങൾ ഐ ഷാഡോ ഇട്ടില്ല, ഐലൈനർ ഇട്ടില്ല, വേണ്ട, മസ്കാര മാത്രം ഇട്ടാൽ മതി. ഐസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടും നല്ലൊരു എന്തോ നമ്മൾ മുഖത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മളങ്ങ് വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. സോ മസ്കാര ഒരു മസ്റ്റ് പ്രൊഡക്റ്റാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്കൈ ഹൈ, മെബലൈൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്. സോ മസ്കാര ഇടുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഈ ഐലാഷ് കേളർ ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ ഐലൈനർ ആണെങ്കിൽ നല്ല ലെങ്ത് തരും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഐലാഷ് കേളർ ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഐലാഷ് ഒന്ന് കേൾ ചെയ്യുകയാണ്. ഐലാഷ് ഇതിലേക്ക് ഒന്ന് കൊടുക്കുക, സ്കിൻ അതിനകത്ത് വരാതെ നോക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു 1 to 3 സെക്കൻഡ്സിലേക്ക് അല്ലെ 3 to 5 സെക്കൻഡ്സിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അതിനെ വിടുക. അത് നല്ലൊന്ന് ലിഫ്റ്റായിട്ട് നിൽക്കും. അത് നിങ്ങൾക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ആ ഒരു എഫക്റ്റ് ഉണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് മസ്കാര മാത്രമാണ് ഇട്ടാൽ മതി. ഓക്കെ, നമുക്ക് മസ്കാര ഇടാം. ആ ഒരു വ്യത്യാസം നിങ്ങൾ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കോട്ടൂടിട്ട് കാണിക്കാം. എനിക്ക് ക്യാമറ നോക്കിയിടാൻ അത്ര വശം പോരാ. ആ ഭംഗി കണ്ണൊക്കെ കണ്ണിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്കാര. അപ്പം ഞാൻ ഈ സൈഡിൽ മസ്കാരയാണ് ഇട്ടിരുന്നത്. ഞാൻ നെക്സ്റ്റ് സൈഡ് മസ്കാരയും കൂടെ ഫില്ല് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാനിപ്പം 2 സൈഡിലും മസ്കാര ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് മെയിൻ സാധനം ലിപ്സ്റ്റിക്. ഞാനിപ്പോൾ കുറച്ച് ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാദ്യം വൈപ്പ് ചെയ്ത് കളയാം. ലിപ് ഗ്ലോസ് വൈപ്പ് ചെയ്ത് കളഞ്ഞു. എൻ്റെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ആയിരുന്നു. ഞാൻ പിന്നെ ഒരു ഹോം റെമഡി ട്രൈ ചെയ്തു, അതെനിക്ക് വർക്കൗട്ടായി. ഇപ്പം അധികം പിഗ്മെൻറ്റഡ് അല്ല, ബട്ട് സ്റ്റിൽ ചെറിയ രീതിയിൽ പിഗ്മെൻറ്റഡ് ആണ്, എന്നാലും നല്ല വ്യത്യാസമുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ എന്താണ് ട്രൈ ചെയ്തത് എന്നറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഇനി ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് എനിക്ക് എപ്പോഴും ന്യൂഡ് ഷെയ്ഡ്സ് അത്ര ശരിയാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നാറ്. പക്ഷേ റീസെൻ്റ്ലി ഞാൻ കുറച്ച് ന്യൂഡ്സ് ട്രൈ ചെയ്തു, അതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പം ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നൊരു ബ്രൗൺ ഷെയ്ഡാണ്. ആ ഒരു ലിപ്സ്റ്റിക്ക് അഫോർഡബിൾ ആണ്, നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്, ട്രാൻസ്ഫർ പ്രൂഫുമാണ്. അത് നിങ്ങൾക്ക് ഏത് സ്കിൻ ടോണിനും, ഈവൻ ഡീപ്പർ ഡാർക്ക് അല്ല മീഡിയം, ഏത് സ്കിൻ ടോണിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നൊരു ഷെയ്ഡാണ്. ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ മാർസിൻ്റെ ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പൊന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാൻ പോവാം. ഓക്കെ, ഞാൻ നന്നായിട്ട് ലിപ് ലൈൻ ചെയ്ത് കൊടുത്തു. ഇനി ലിപ്സ്റ്റിക്. ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. ക്യാമറയിൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പ്രൊഡക്റ്റ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഇതൊരു കോഫി ബ്രൗൺ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഷെയ്ഡായിട്ട് എനിക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് സ്പിൽ ദ ടീ 29 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നൈസ് കളറാണ്. ഏത് സ്കിൻ ടോണിനും ഇത് ബെസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും ലിപ്സ്റ്റിക്ക്, ബിക്കോസ് ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, അത് നല്ല രീതിയിൽ നിങ്ങളുടെ ലിപ്പിൽ കാണിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് കുറച്ച് ലിപ്സ് ഡ്രൈ ആക്കുന്ന പോലെ തോന്നിക്കാറുണ്ട്.
സോ ആദ്യം തന്നെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ് ബാം എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങളുടെ ലിപ്സ് കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. ബിക്കോസ് ലിപ് ബാമിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അത് ഏത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും ഞാൻ ട്രൈ ചെയ്തിട്ട് കമ്പാരേറ്റീവ്ലി നമ്മളത് ലിപ് ബാം ഇല്ലാണ്ട് ഇടുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന അത്രയും ലാസ്റ്റ് ചെയ്യാറില്ല, അല്ലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകാറുണ്ട്. സോ ഞാൻ ചെയ്യുന്നത് ആദ്യമേ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ സ്കിൻ കെയറിൻ്റെ കൂടെ ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ് ബാം ഇട്ട് എൻ്റെ ലിപ്പിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. സോ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന ടൈമിൽ അതിപ്പോൾ ഞാൻ ചെയ്ത പോലെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. അതിനുശേഷം ഞാൻ ഇടുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഡ്രൈനെസ് വരാറില്ല. സോ ഇതാണ് ലിപ്സ്റ്റിക്. ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് ഞാനിപ്പം റീസെൻ്റ്ലി മേടിച്ചതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് 350 റുപ്പീസേ ഉള്ളായിരുന്നു. അഫോർഡബിൾ ആണ് ആൻഡ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. സോ എല്ലാവരും ഈ ഒരു ലിപ്സ്റ്റിക് മസ്റ്റ് ട്രൈ ആണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ എപ്പോഴും പല ലിപ്സ്റ്റിക്കുകൾ മിക്സ് ചെയ്ത് എൻ്റെ ഇഷ്ടപ്പെടുന്ന കളറിൽ ഞാൻ മാറ്റിയെടുക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേലിൽ വേറെ ട്രൈ ചെയ്യാം. അത് എനിക്ക് ലിപ്പ് ഡ്രൈ ആക്കുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ട്രൈ ചെയ്യും, മീൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആവാറുണ്ട്, ഒത്തിരി ഡ്രൈ ആവാണ്ട്. സോ ഇപ്പം ഞാൻ ഈ ഒരു ഷെയ്ഡിൽ വിടാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റർ ഷെയ്ഡ് ഇത് ചാർലറ്റ് ടിൽബറിയുടെ പില്ലോ ടോക്ക് എന്ന് പറയുന്ന ഒരു വൈറൽ ലിപ്സ്റ്റിക് ആയിരുന്നു. അതിൻ്റെ മിനി വേർഷനാണ്. ജസ്റ്റ് എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. സോ ഇതല്ല, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട്, ഇതൊരു ലക്ഷറി ബ്രാൻഡ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും ഒരു ന്യൂഡ് ക്രീമി ആയിട്ടുള്ള എന്തെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് വേണേൽ അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വിടാം. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടെ ലൈറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാനിത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഞാൻ ഈ മിഡിൽ ഏരിയയിൽ മാത്രം കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ വിടും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിതൊരു ഫുള്ള് എൻ്റെ ലിപ്സ് കുറച്ചുകൂടെ ഒന്ന് വലുതായ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഈ നടുക്ക് മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ നടുക്കത്തെ ആ ഡ്രൈനെസ് അങ്ങ് മാറും. സോ ഇനി നിങ്ങൾക്ക് പൊട്ട് തൊടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പൊട്ടൂടെ കൊടുത്താൽ നിങ്ങളുടെ ലുക്ക് കംപ്ലീറ്റ് ആകും. എൻ്റെ പൊട്ടും തൊടട്ടെ. എനിക്ക് പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം പൊട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ അനുസരിച്ച് ഞാനൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ഇപ്പോൾ എടുക്കുന്നത്. പൊട്ടും വെച്ചു. ലാസ്റ്റ് സ്റ്റെപ്പ്, ഇത് ആരും ഒഴിവാക്കരുത്. ബിക്കോസ് നിങ്ങളുടെ മേക്കപ്പ് എന്തുമാത്രം ലോങ് ലാസ്റ്റിംഗ് ആവണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ മേക്കപ്പ് ഫിക്സറാണ്. സോ നമ്മുടെ ഈ ക്ലൈമറ്റിൽ നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്യും, നമ്മളുടെ സ്കിന്ന് ഓയിലി ആകും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം മൂവ് ചെയ്യാനും അല്ലെങ്കിൽ പോകാനും ചാൻസ് ഉണ്ട്. സോ മേക്കപ്പ് ഫിക്സർ നിങ്ങൾ നല്ലൊരു ബ്രാൻഡിൻ്റെ മേടിച്ച് വെക്കും. ഞാനിവിടെ റെവല്യൂഷൻ്റെ ബേസ് ഫിക്സ് എന്ന് പറഞ്ഞ മേക്കപ്പ് ഫിക്സറാണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളൊരു അഫോർഡബിൾ മേക്കപ്പ് ഫിക്സർ ഉണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള വേറൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ഫിക്സർ മെബ്ലൈൻ ഫിറ്റ്മിയുടെ മാറ്റ് പോർലെസ് 24 hour ഓയിൽ കൺട്രോൾ മേക്കപ്പ് ഫിക്സർ. ഈ രണ്ടെണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. ഉണങ്ങാൻ ടൈം കൊടുക്കണം. സോ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക്.
ഞാൻ എൻ്റെ കമ്മലും കൂടെ ആഡ് ചെയ്ത് എൻ്റെ ലുക്ക് അങ്ങ് ഫിനിഷ് ചെയ്തു. ഇതാണ് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.